എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇതില്. ഒരു 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 കാറ്റഗറൈസ് ഇല്ല, ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അത് കാറ്റഗറൈസിൽ എല്ലാ ആളുകളും സഹകരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ്. അമ്പല കമ്മിറ്റിയുടെ ഷാളാണിത്. അമ്പല കമ്മിറ്റി കൊടുത്ത ഷാളാണ്. ഇവിടെ അങ്ങനെ ഹിന്ദു മുസ്ലിം അങ്ങനത്തെ ഒന്നുമില്ല. ബക്കറാക്ക അവിടെ വന്നിട്ട് നല്ല പണിയിലാട്ടോ. നല്ല ഇളകിക്കോട്ടെ കേട്ടോ. ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ മഞ്ചേരിയില്, പിന്നെ അവിടെ മഞ്ചേരിയിലുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ മഞ്ചേരിക്കാരാണില്ലേ? മഞ്ചേരി കൊടുവള്ളി, മഞ്ചേരി, വേങ്ങര, എല്ലാ നാട്ടുകാരും ഉണ്ട് ഇവിടെ. കാക്കേത് നാട്ടുകാരാ? ഇവിടെ മഞ്ചേരിക്കാര് മാത്രല്ല കേട്ടോ, നമ്മളെ നാട്ടുകാരും ഉണ്ട്. ഇതാക്കണേ, ഇതാണ് അബ്ബാസ്. പിന്നെ നിങ്ങളെവിടെയാണ്? മലപ്പുറം. ഇവിടെ വേങ്ങര. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ പാടന്തറ മർക്കസിന്റെ അവിടെ ഉണ്ടോ. അപ്പൊ ഇന്നിവിടെ 850 കുടുംബങ്ങളെ സമൂഹ വിവാഹം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ? ഉഷാറല്ലേ? പാടന്തറ മർക്കസിൽ ഞങ്ങൾ എത്തിയപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ 35 മണവാട്ടികളും മണവാളന്മാരും ഉണ്ട് കേട്ടോ. എല്ലാവരും മാറ്റി ഒരുങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിന്റെ ഉള്ളില്. അപ്പൊ അവർക്ക് അവരുടെ ആചാരപ്രകാരമുള്ള ഒരു കല്യാണം കേട്ടോ. സ്വർണത്തിന് ലക്ഷങ്ങൾ വില വരുന്ന ഈ ടൈമിലും നമ്മുടെ ദേവർശോല ഉസ്താദ് നടത്തുന്ന ഈ കല്യാണം ഒരുപാട് കുടുംബങ്ങളാണ് കേട്ടോ രക്ഷപ്പെടുന്നത്. മണവാട്ടിക്കും മണവാളനും എടുക്കാനുള്ള മുണ്ടും തുണിയൊക്കെ എല്ലാം കൊടുക്കുന്നത് നമ്മുടെ ദേവർശോല ഉസ്താദിന്റെ കീഴിലാണ് കേട്ടോ. അപ്പൊ അവരുടെ വിശ്വാസം എങ്ങനെ? അതുപോലെ എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് 10:30 മണിക്ക് താലികെട്ടും നടന്നുട്ടോ. തന്നെ വരനും സാക്ഷികളായുള്ള ആളുകളുമൊക്കെ അതാത് സ്ഥലത്ത് വന്നിരുന്ന് നിക്കാഹിന് സാന്നിധ്യം വഹിക്കണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് മണവാട്ടികൾ ഇരിക്കുന്ന റൂമിലേക്കാണ് കേട്ടോ. മണവാട്ടികളൊക്കെ ഒരുങ്ങി ഇരിക്കുന്നുണ്ട്. നിക്കാഹ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജാതിയും മതവും ഒന്നും ഇല്ലാത്ത ഒരു സമൂഹ വിവാഹം. ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും ഒന്നിച്ച് ദേവർശോല ഉസ്താദ് നടത്തിയ ഒരു സമൂഹ വിവാഹം ഉഷാറായി നടന്നുട്ടോ. പാടന്തറ മർക്കസിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ വരുന്നവർക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ഭക്ഷണശാലയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കാട്ടോ. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കണ്ടയിലാണ് ഒക്കെ സെറ്റ് ചെയ്യണത്. ഇവിടെ ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ്ട് ആളുകള്. എത്ര ആളുകൾക്കുള്ളതാണ് ഇത്? 1,00,000-ലധികം ആളുകൾക്ക് ഇന്ന് പാക്ക് ചെയ്യും. വൈകുന്നേരം 4 മണി വരെയാണ് ഞങ്ങളെ പാക്കിങ്ങിന്റെ ടൈം. ഇന്നലെ രാത്രി 1 മണിക്ക് ആരംഭിച്ച പാക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. 3 ടീം അത് കൊണ്ടുപോവുകയാണ്. അവിടെ പ്രത്യേക കൗണ്ടറിൽ വെച്ച് കണ്ടാണ് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കണത് എവിടെയുള്ള ആളുകളാന്ന് നമുക്ക് ബലത്തിൽ ചോദിച്ചോ കേട്ടോ. ഈ ഭക്ഷണങ്ങളൊക്കെ ഈ ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ എല്ലാ ആളുകളാണ്? അല്ലല്ല, ഇത് SYSന്റെ സാന്ത്വനം വളണ്ടിയർമാരാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ. ഇതിൽ SSFന്റെ പ്രവർത്തകര്, SYSന്റെ പ്രവർത്തകര്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകര്,
കേരളത്തിന്റെ എല്ലാ സ്ഥലത്തു നിന്ന് ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. കൊടുക് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ടീമുണ്ട്. ഇത് വിളമ്പുന്നവർ മാത്രമല്ല, അതിന് ആ ട്രാഫിക് നിയന്ത്രിക്കുന്നവര്, ഉള്ളിൽ ഉസ്താദുമാര് പോകുന്നവര്, വഴി എല്ലാ ആളുകളും അതിനകത്തുണ്ട്. ഏകദേശം പിന്നെ ഈ ഇവിടെ വരുന്ന എത്ര ഒരുപാട് ആളുകൾ നമുക്ക് ഇനി ഏകദേശം അറിഞ്ഞൊരു കണക്ക് 1 ലക്ഷത്തിന്റെ മുകളിൽ ആൾക്കാരുണ്ടാവുന്നതാണ്. ഇപ്പൊ ഞാൻ കണ്ടു നോക്കുമ്പോൾ 1 ലക്ഷത്തുമ്പോ നിൽക്കൂല. കാരണം ഇവിടെ കൊണ്ടുപോയ ഭക്ഷണത്തിന്റെ ഒക്കെ അത്രയും ആളുകൾക്കുള്ള ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് രാവിലെ എത്രയോ നേരത്തെ തുടങ്ങിയതാണ്. ഇത് നിൽക്കുന്നില്ല, ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വളമ്പിക്കൊണ്ടേ ഇരിക്കുക ആളുകാർ. അല്ല, ഞാനും അറിഞ്ഞത് ഇപ്പൊ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം ദേവർഷോല ഭാഗത്ത് നിന്ന് വരുമ്പോൾ 6-7 കിലോമീറ്റർ റോഡ് ബ്ലോക്കാണ്. റോഡ് ബ്ലോക്ക്, ആർക്കും വരാൻ കഴിയുന്നില്ല. ഞാൻ തന്നെ വണ്ടി എത്രയോ ദൂരം നിർത്തിയിട്ട് നടന്നാണ് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത്ര ആള് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും 1 ലക്ഷത്തിൽ പരം ആളുകളുണ്ട്. കാരണം വലിയൊരു ജനസാഗരം തന്നെ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. നല്ല പയങ്ങിക്കണുള്ളു പണിയെടുത്തിട്ട്. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഷാജാൻ. ഉപ്പട്ടി. ഉപ്പട്ടിക്കാരനാട്ടോ, നിങ്ങളെ നാട്ടുകാരനാണ്. നിങ്ങൾ എനിക്കറിയാലോ, പിന്നെ ലീഡർ മെയിൻ ആള്. ഇവരെ ഇപ്പൊ ഒരു പരിപാടി കഴിഞ്ഞു വരികയാണ്. റമദാൻ 15 പരിപാടി ഇതേമാതിരി പാക്കിംഗ് കാര്യമൊക്കെ ആയിട്ട് ഇവരെ കഷ്ടത്തിലായിരുന്നു. മർക്കസ് നോളജ് സിറ്റിയിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റുകളാണ് ഉള്ളത്. അവിടെ 30 ദിവസം നോമ്പ് 30 ദിവസം അവിടെ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ അംഗങ്ങളൊക്കെ സജീവമായിട്ട് അവിടെ ഈ മർക്കസ് നോളജ് സിറ്റിയിൽ 17 അതേപോലെ തന്നെ 27 പിന്നെ മദീനിലും 25 മർക്കസിലും ഒക്കെ ഉള്ള സജീവ വളണ്ടിയേഴ്സ് ആണ് ഇവരെ. ഇത് ഒരു നല്ല കാര്യത്തിനാണ്. 100% എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇതില്. ഒരു കാറ്റഗറൈസ് ഇല്ല, ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അത് കാറ്റഗറൈസിൽ എല്ലാ ആളുകളും സഹകരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ്. അമ്പല കമ്മിറ്റിയുടെ ഷാളാണിത്. അമ്പല കമ്മിറ്റി കൊടുത്ത ഷാളാണ്. ഇവിടെ ഇങ്ങനെ ഹിന്ദു മുസ്ലിം അങ്ങനത്തെ ഒന്നുമില്ല, നമ്മുടെ നാട്ടിലില്ല. അതാണ് ഇപ്പൊ കാക്കൂരിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതന്നെ ഞങ്ങളിപ്പോ അമ്പലത്തിൽ ചെന്നപ്പോ ധന്യ എന്ന് പറഞ്ഞ ഒരു വ്ളോഗർ ഉണ്ട്, പാലക്കാടുകാർക്ക്. നോമ്പിന് 30 ദിവസം നോമ്പ് എടുക്കുന്ന ഒരു സ്ത്രീയാണ്. അവരവിടെ കണ്ടു. അവരെ ഞങ്ങൾ ചെറിയൊരു ഇന്റർവ്യൂ നടത്തിയപ്പോ അവര് പറഞ്ഞത് വളരെയധികം സന്തോഷം തോന്നി. ലോകത്ത് ഒരു ചരിത്രം തന്നെയാണിത്. ലോകത്ത് ഇത്രയും ഇത് പറയേണ്ടത് ലോകത്ത് മൊത്തത്തില് ചരിത്രമാണ്. 850 കുട്ടികളെയാണ്. അത് പാവപ്പെട്ട കുട്ടികളെ കല്യാണം. ഇപ്പൊ തന്നെ എത്രയോ അടുത്ത പ്രാവശ്യത്തേക്കുള്ള റിക്വസ്റ്റുകൾ വന്ന് കിടക്കുക. ഏത് തരത്തിലാണ് ഉസ്താദ്മാർ എന്തായാലും ഈ ഇതിന് നേതൃത്വം നൽകുന്ന നമ്മൾ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അല്ലേ. ഇതൊരു വലിയ ഹൈറായ കാര്യമാണല്ലേ ഈ നടക്കുന്നത്. ഇങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളാണ് കേട്ടോ രക്ഷപ്പെടുന്നത്. ഇനിയും ഇതുപോലെ പിന്നെ കല്യാണങ്ങളൊക്കെ ഉണ്ടാകാൻ പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ.